വീണ്ടും വിഷയത്തിലേക്ക് തിരിച്ചെത്തുകയാണ് നമ്മൾ. ദില്ലിയിൽ വിദ്യാഭ്യാസ മന്ത്രിമാരുടെ യോഗത്തിൽ നിന്ന് വിട്ടുനിന്ന് മന്ത്രി എൻ ഷംസുദ്ദീൻ ഇന്നലെ ധർമ്മേന്ദ്ര പ്രധാന്റെ യോഗത്തിൽ പങ്കെടുത്തതിനെതിരെ വിമർശനം ഉയർന്നിരുന്നു. മുഖ്യമന്ത്രി പ്രതിഷേധിക്കുമ്പോൾ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാനെ കണ്ടത് ശരിയായില്ല എന്നായിരുന്നു വിമർശനം. ധർമ്മേന്ദ്ര പ്രധാനുമായി കൂടിക്കാഴ്ച നടത്തിയിട്ടില്ലെന്നും പരിപാടിക്കിടെ നിവേദനം നൽകുക മാത്രമാണ് ചെയ്തതെന്നും മന്ത്രി പ്രതികരിച്ചു. ഞാൻ എന്തിനാണ് ഇവിടെ വന്നത്? ഞാൻ ഉൾപ്പെടെ ഇവിടെ നടക്കുന്നത് എന്താ? ഇവിടെ നടക്കുന്നത് സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിമാരുടെ സമ്മേളനമാണ്. ആ സമ്മേളനത്തിൽ എന്താണ് നടക്കുന്നത്? കേന്ദ്രാവിഷ്കൃത പദ്ധതികളുടെ റിവ്യൂ ആണ് നടക്കുന്നത്. ഇതിന് വളരെ മുൻകൂട്ടി ഞങ്ങൾക്കൊക്കെ കത്ത് ലഭിച്ചതാണ്. വരുമ്പോൾ കൊണ്ടുവരേണ്ട വിവരങ്ങൾ എന്താണ് എന്നും കൃത്യമായിട്ട് ചോദിച്ചതാണ്. പിന്നെ ഞങ്ങളുടെ കൂടെ IAS ഓഫീസർമാരായിട്ടുള്ള സെക്രട്ടറിമാരും അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അത് ഒരു അജണ്ട നിശ്ചയിച്ച് ടൈം ടു ടൈം മീറ്റിംഗ് ആണ്. ആ മീറ്റിങ്ങിൽ നമ്മൾ കേരളത്തിൻ്റെ വിദ്യാഭ്യാസ രംഗത്തെ പ്രശ്നങ്ങളും ആവശ്യങ്ങളും പ്രധാനമായി ചർച്ച ചെയ്യുന്നത് 2 അജണ്ടകളാണ്. ഒന്ന് SSK ഫണ്ട് വിനിയോഗവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, രണ്ടാമത് പുതുതായി ആരംഭിക്കാൻ പോകുന്ന PM പോഷൻ പദ്ധതിയെ സംബന്ധിച്ച്. അപ്പോൾ SSK ഫണ്ടിൽ നമുക്ക് കഴിഞ്ഞ 3-4 വർഷങ്ങളിലായിട്ട് കിട്ടാനുള്ള അരിയേഴ്സ്, ആ കാര്യങ്ങളെല്ലാം കൃത്യമായ രേഖകൾ സഹിതം തയ്യാറാക്കി കൊണ്ടുവന്നു. ഓരോ സ്റ്റേറ്റിനെയും സ്റ്റേറ്റിനെ വിളിക്കുമ്പോൾ മന്ത്രിമാർക്ക് സംസാരിക്കാം. ഒരു 10 മിനിറ്റ് നേരം സംസാരിക്കാം. വേണമെങ്കിൽ കുറച്ചുകൂടിയൊക്കെ എക്സ്റ്റൻഷനും കിട്ടുന്നുണ്ട്. അവിടെ ഇന്നലെ 6-7 സ്റ്റേറ്റുകൾ സംസാരിച്ചു. അതിലൊന്ന് കേരളത്തെ വിളിച്ചപ്പോൾ ഞാനാണ് സംസാരിച്ചത്. വളരെ കൃത്യമായി നമ്മുടെ പ്രശ്നങ്ങൾ പറഞ്ഞു. ഞങ്ങൾക്ക് 1500 ചില്ലാനം കോടി രൂപ ഈ രീതിയിൽ കിട്ടാനുണ്ട്. ഇത് ഈ 2023-24 വർഷങ്ങൾ തൊട്ടിട്ടുള്ളതാണ്. പിന്നെ അതിൻ്റെ വിശദാംശങ്ങൾ ഓരോ വർഷവും കിട്ടാനുള്ളത് ഇത്ര, കേന്ദ്രത്തിൻ്റെ വിഹിതം ഇത്ര, സംസ്ഥാനത്തിൻ്റെ വിഹിതം ഇത്ര, ഇതെല്ലാം തയ്യാറാക്കിയിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ പണം 1500-ൽ പരം കോടി രൂപയുടെ ഈ പണം കിട്ടാത്തത് കൊണ്ട് കേരളത്തിലെ വിദ്യാഭ്യാസ രംഗത്ത് ഞങ്ങൾക്ക് പ്രയാസമുണ്ട്. പല സ്കീമുകളും നല്ല രീതിയിൽ നടത്താൻ കഴിയാതെ പോകും. ഇത് കേരളത്തിലെ കുട്ടികളും നമ്മൾ ഇന്ത്യയുടെ ഭാഗമാണ്. ഇതൊരു കോപ്പറേറ്റീവ് ഫെഡറലിസമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പണം നൽകി ഞങ്ങളെ സഹായിക്കണം. ഈ പണവും PM ശ്രീയും തമ്മിൽ കൂട്ടിക്കുഴക്കരുത്. ഇതൊക്കെ ഇന്നലെ ഞങ്ങളവിടെ പ്രസംഗിച്ചതാണ്, സംസാരിച്ചതാണ്. ആദിൽ പാലോട് ചേരുന്നു. അതിൽ കേരളത്തിനുള്ള സഹായം അത് ലഭിക്കുന്നതിന് വേണ്ടിയാണെന്ന് വിശദീകരിക്കുമ്പോൾ പോലും ഇത്ര വലിയ പ്രക്ഷോഭം നടക്കുമ്പോൾ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് ഡൽഹിയിൽ നടന്ന സമരത്തിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രി പോലും നേരിട്ട് പങ്കെടുത്ത ഒരു സാഹചര്യത്തിലാണ് കേരളത്തിൽ നിന്നുള്ള വിദ്യാഭ്യാസ മന്ത്രി കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയുടെ യോഗത്തിൽ പങ്കെടുക്കുന്നത്. വ്യാപകമായ വിമർശനം ഉയർന്ന ഘട്ടമാണ്. അതിനുശേഷമാണോ ഇപ്പോൾ ഈ വിദ്യാഭ്യാസ മന്ത്രിമാരുടെ യോഗത്തിൽ നിന്ന് വിട്ടുനിൽക്കാമെന്ന് മന്ത്രി എൻ ഷംസുദ്ദീൻ തീരുമാനിക്കുന്നത്? പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം ഇന്നലെയാണ് എൻ ഷംസുദ്ദീൻ വിദ്യാഭ്യാസ മന്ത്രിമാരുടെ യോഗത്തിൽ പങ്കെടുത്തിരുന്നത്. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ വിളിച്ച യോഗമായിരുന്നു. ധർമ്മേന്ദ്ര പ്രധാനെതിരെ പ്രതിഷേധം കടുക്കുകയാണ്. മുഖ്യമന്ത്രി VD സതീശൻ തന്നെ ദില്ലിയിലെത്തിയപ്പോൾ പ്രധാനമന്ത്രിയുടെ വസതിക്ക് മുന്നിൽ പ്രതിഷേധിച്ചിരുന്ന സാഹചര്യവുമുണ്ട്. ആ പശ്ചാത്തലത്തിൽ സംസ്ഥാനത്തെ മറ്റൊരു മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ പരിപാടിയിൽ പങ്കെടുക്കുകയും ധർമ്മേന്ദ്ര പ്രധാനൊപ്പം നിൽക്കുന്ന ദൃശ്യങ്ങൾ സമൂഹമാധ്യമങ്ങളിൽ ചിത്രങ്ങൾ പങ്കുവെക്കുകയും ചെയ്തതിൽ ഒരു ഔചിത്യക്കുറവുണ്ട് എന്നുള്ളതായിരുന്നു വിമർശനം. അങ്ങനെയാണ് ഇന്ന് 2ാമത്തെ ദിവസം ഈ പരിപാടിയിൽ നിന്ന് വിട്ടുനിൽക്കാനുള്ള തീരുമാനം ഉണ്ടാകുന്നത് ഷംസുദ്ദീന്റെ ഭാഗത്ത് നിന്നും. ഏതായാലും ഇപ്പോൾ ഇക്കാര്യത്തിലൊരു വ്യക്തത വരുത്തിയിരിക്കുകയാണ്. താൻ പങ്കെടുത്തത് സംസ്ഥാനത്തിന്റെ മന്ത്രി എന്ന നിലയിലുള്ള തന്റെ ഉത്തരവാദിത്തമാണ്. പാർട്ടിയോടും ഒപ്പം മുഖ്യമന്ത്രിയോടും പറഞ്ഞ് സമ്മതം വാങ്ങി അറിവോടുകൂടിയാണ് പങ്കെടുത്തത് എന്നുകൂടി ഷംസുദ്ദീൻ വ്യക്തമാക്കിയിരിക്കുകയാണ്. ഈ കേന്ദ്രവുമായി ബന്ധപ്പെട്ട് പറയേണ്ട കാര്യങ്ങൾ പറയേണ്ട വേദികളിൽ അവസരം കിട്ടുമ്പോൾ പറയേണ്ടതുണ്ട്. അതിന്റെ ഭാഗമായാണ് ഈ യോഗത്തിൽ പങ്കെടുത്തത് എന്നുകൂടി ഷംസുദ്ദീൻ പറയുകയാണ്. റോഷ്നി. ശരി, ആദിൽ പാലോടാണ് വിവരങ്ങൾ നൽകിയത്.